ബഹുമാന്യരെ, നമ്മുടെ പുരളിയിൽ മുഹമ്മദ് ഖാൻ എന്ന മീശ കുഞ്ഞിപ്പുക്ക എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം നമ്മുടെ മഹലിന് വേണ്ടി നിലവിലുള്ള നമ്മുടെ ബാത്റൂമിൻ്റെ സംവിധാനങ്ങളൊക്കെ നിർത്തി അങ്ങോട്ട് മാറ്റിയ നിലയ്ക്ക് ഇതിൽ മയ്യത്ത് പരിപാലനത്തിനായിട്ടുള്ള സൗകര്യം ഒരുക്കി തന്നിരിക്കുകയാണ്. ഏകദേശം 3-4 ലക്ഷം രൂപയോളം ചിലവാക്കിയിട്ടാണ് അവർക്ക് ചെയ്തിട്ടുള്ളത് അവരുടെ കുടുംബം. എന്തായാലും അൽഹംദുലില്ലാ നമ്മുടെ പല വീടുകളിലും ഇന്ന് ഈ സൗകര്യങ്ങൾ നമ്മുടെ മഹലിലും ഇല്ല. അതിനേക്കാൾ ഉപരി ആശുപത്രികളിൽ നിന്നും അപകടങ്ങളൊക്കെ പറ്റി മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റും വരുന്ന മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ കഫൻ ചെയ്ത് കൊണ്ടുപോകാവുന്ന സൗകര്യങ്ങളാണ് നമ്മളിവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ കുന്നംകുളത്ത് രാജ്മഹലിൻ്റെ പുറകിലുള്ള പള്ളിയിലാണ് ഇപ്പോൾ ഈ സൗകര്യം ഇവിടെ ഉള്ളത്. നമ്മുടെ പരിസരത്ത് ഇത് നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും. ഇത് ജനങ്ങളിലേക്ക് എത്തിച്ച് നമ്മുടെ മഹല് മറ്റു മഹലുകൾക്ക് ഒരു മാതൃകയാവുന്ന രീതിയിൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത് ആവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കുടുംബം ഇത് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത്. നമുക്കറിയാം, മീശ കുഞ്ഞിപ്പുക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് എന്ന വ്യക്തി നമ്മുടെ മഹലിലും പരിസര മഹലിലൊക്കെ മരണം നടന്നാൽ ഏറ്റവും ആദ്യം എത്തി അതിനുവേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖബറിനെ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മക്കളും പേരക്കുട്ടികളോ കൂടി സംവിധാനങ്ങൾ നമുക്ക് ചെയ്തു തന്ന് അതിന് അവരുടെ കുടുംബത്തോടുള്ള നന്ദി മഹലിൻ്റെ പേരിൽ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ സൗകര്യങ്ങൾ പരമാവധി ആളുകൾ ഉപയോഗപ്പെടുത്തണം. കാരണം ഒരു മരണം നടന്നാൽ പല വീടുകളിലും ഇപ്പം ഞങ്ങൾക്ക് തന്നെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. AKG-യിലൊക്കെ മരണം നടന്ന ചില വീടുകളിലൊക്കെ കട്ടിൽ പോലും ഇടാനോ മയ്യത്ത് കുളിപ്പിക്കാനുള്ള സൗകര്യമില്ലാത്ത സമയത്ത് ടാർപ്പായ കെട്ടിയിട്ടും വിരിച്ചിട്ടൊക്കെയാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിരുന്നത്. ഇന്ന് സൗകര്യമുള്ള വീടുകളിൽ പോലും ആളുകൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പരമാവധി ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തുക. മരണം നടന്ന് ആശുപത്രിയിൽ നിന്നോ മറ്റോ വരികയാണെങ്കിൽ ഇവിടെ കൊടുന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് സൗകര്യത്തോട് വീട്ടിൽ കൊണ്ടുപോയി കിടത്താവുന്ന ഒരു സൗകര്യം ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ഇതിൽ കൊണ്ടുവരാനും കൊണ്ടുപോകാനായിട്ട് ഒരു ചെറിയ ഓമിനി പോലത്തെ വണ്ടി സൗകര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് ആരെങ്കിലുമൊക്കെ സൗകര്യം ചെയ്ത് തരും. അത് നമ്മുടെ മഹലിൽ മുതൽക്കൂട്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഇത് ചെയ്തു തന്ന ഇവരുടെ കുടുംബത്തിന് എല്ലാവിധ നന്ദിയും കടപ്പാടും മഹലിൻ്റെ പേരിൽ പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉസ്താദ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ്. എല്ലാവരുടെയും സമ്മതത്തോടുകൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. إلى حضرة نبينا محمد صلى الله عليه وسلم وإلى حضرات أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات أهل الخير كلهم أجمعين. اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم. اللهم أعلِ درجاتهم في الجنة. اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا وأد ديوننا وقض حوائجنا واشف أمراضنا وادفع بلياتنا يا رب العالمين. اللهم بارك لنا في كل أمورنا خصوصا في أمرنا هذا بركة تامة كما باركت على عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. റഹ്മാനായ ഖാലിഖായ റാസിഖായ മാലിക്കായ അല്ലാഹ്, ഞങ്ങളുടെ പന്നിത്തുറം മഹല്ലിൽ പുതിയ ഒരു നല്ല സേവന കാര്യത്തിന് തുടക്കം കുറിക്കുകയാണ്. നീ സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മയ്യത്ത് കുളിപ്പിക്കുവാനുള്ള ഈ റൂം സംവിധാനിക്കാൻ വേണ്ടി കാര്യങ്ങൾ ഒരുക്കി തന്ന
പുരളയിൽ മുഹമ്മദ് ഹാജി എന്ന കുഞ്ഞിപ്പുക്കായുടെ മക്കൾ, പേരമക്കൾ, അവരുടെ ഈ പ്രവർത്തനത്തെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അവർക്ക് വലിയ പ്രതിഫലം നൽകണമേ അല്ലാഹ്. അവരുടെ മരണപ്പെട്ട ആ പിതാവിൻ്റെ ഖബറിലേക്ക് ഇതിൻ്റെ പ്രതിഫലം നീ മുറിയാതെ നൽകണമേ റഹ്മാനെ. അല്ലാഹു, അതുപോലെ ഈ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ പൂർവീകർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി സ്വർഗം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മഹല്ലിൽ അതാത് സമയത്ത് പള്ളി നിർമ്മാണത്തിന് വേണ്ടി അല്ലാഹുവേ, അതുപോലെ തന്നെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങൾക്കും വേണ്ടി സഹായിച്ചവർ, അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഏറെ കടപ്പാടുള്ള വലിയ സംഖ്യകൾ നൽകിയ അറബി സുഹൃത്തുക്കൾ വരെയുണ്ട്, അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകണമേ റബ്ബേ. ഇനിയും ഞങ്ങളുടെ ഈ മഹല്ലിന് ഗുണകരമായ രീതിയിൽ നല്ല മദ്രസ കെട്ടിടം നിർമ്മിക്കുവാനും ഇതുപോലെയുള്ള കുടുംബാംഗങ്ങളും അല്ലാഹ് നീ സമ്പത്ത് കൊടുത്ത ആളുകളും മകമഴിഞ്ഞ് സഹായിച്ച കാര്യങ്ങളൊക്കെ നീ നടത്തിത്തരണമേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ നിലക്കും ഈ മഹല്ലിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടത്തി അല്ലാഹുവേ സ്വയം പര്യാപ്തതയിലെത്തുന്ന മാതൃകയുള്ള മഹല്ലാക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലിൽ ഐക്യവും ഐശ്വര്യവും സമാധാനവും സമൃദ്ധിയും പ്രദാനം ചെയ്യണമേ റബ്ബേ. ഈ മഹല്ലിന് വേണ്ടി കഷ്ടപ്പെട്ട് കടന്നുപോയ മുൻഗാമികൾക്കൊക്കെ വലിയ പ്രതിഫലം നൽകണമേ അല്ലാഹ്. ഇന്നും നേതൃത്വം നൽകുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നിന്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ തുറന്നു കൊടുക്കുന്ന ഈ മയ്യത്ത് കുളിപ്പിക്കുവാനുള്ള ഈ സ്ഥലം ഏറെ ഗുണകരമാക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ മരണത്തിലേക്കുള്ള ഓർമ്മയാക്കണമേ റഹ്മാനെ. ഞങ്ങളുടെയൊക്കെ മരണം നീ റാഹത്തുള്ള മരണമാക്കണമേ റഹ്മാനെ. മയ്യിത്ത് പരിപാലനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ നാട്ടിലെ സഹോദര സഹോദരിമാർക്കൊക്കെ വലിയ പ്രതിഫലം നൽകണമേ റഹ്മാനെ. അല്ലാഹ്, ഞങ്ങളുടെ ദുആഇന് ഉത്തരം നൽകണമേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ وبفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب. ഇങ്ങനൊരു സംവിധാനം യാതൊരു വക പൈസയോ അല്ലെങ്കിൽ ഇതിന് വേറെ പ്രത്യേകിച്ച് ചാർജൊന്നും ചെയ്യാതെ തികച്ചും സൗജന്യമാണ് ഇത് ചെയ്യുന്നത്. അതെല്ലാവരും ശ്രദ്ധയിലുണ്ടാവണം. ഇതുപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള കുറേ സ്ത്രീകളും പുരുഷന്മാരൊക്കെ നമ്മുടെ അവിടെ നിന്ന് ഇത് കഴിഞ്ഞിരിക്കുന്നവരുണ്ട്. അപ്പോൾ മരണം നടന്നു കഴിഞ്ഞാൽ അവരെ അറിയിക്കുക. പുറമെന്നുള്ള മയ്യത്ത് വരുമ്പോഴും അതിന് സഹായിക്കാൻ തയ്യാറുള്ള ചെറുപ്പക്കാരൊക്കെ ഇതിലേക്ക് വരണം. യാതൊരു വക പ്രതിഫലം മേടിക്കാതെ ഇതൊരു സേവനമായി കരുതിക്കൊണ്ട് ഇത്തരം സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ വരും കാലങ്ങളിലുള്ള ഇതിൻ്റെ ഉള്ളിലുള്ള മെയിൻ്റനൻസും കാര്യങ്ങളും ഒന്നും എല്ലാം ആ കുടുംബം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന് വേണ്ട ചിലവൊന്നും മഹല്ല് കമ്മിറ്റി, അതാത് വരുന്ന കാലത്തെ മഹല്ല് കമ്മിറ്റികൾ ആരും എടുക്കരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ അവർ എന്ത് റിപ്പയർ വന്നാലും അവർ ചെയ്തു തരാമെന്നും ഏറ്റിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവരും സമൂഹത്തിലൂടെ തുറക്കണം. എല്ലാവരും വരിക, വന്ന് കണ്ടുപോകാം. ചെരുപ്പിട്ട് കയറിക്കണം കേട്ടോ, കുഴപ്പമില്ല. കഴുകണ്ടോ? ഇത് ചൂടുവെള്ളമാണ്. അതുപോലെ തന്നെ നമുക്ക് കോഴ്സിൽ വരാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് മോട്ടർ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോഴ്സിൽ അടിക്കാൻ വേണ്ടി ഞങ്ങൾ പോകും. പിന്നെ നോർമൽ കേസിൽ ഒന്ന് ചൂടുവെള്ളം, രണ്ടെണ്ണം പച്ചവെള്ളം ഉണ്ട്. പിന്നെ ഇത് കുളിപ്പിച്ച് കഴിഞ്ഞ് കിട്ടാൻ സംവിധാനങ്ങൾ അതുപോലെ അത് കഫൻ ചെയ്യാനുള്ള ടേബിളാണ്. ഒരു കാരണം സ്ത്രീകൾക്ക് സപ്രഷൻ ഉണ്ടാവും. ബാത്റൂം ഉപയോഗിക്കാം. പിന്നെ എ സിയുടെ പോയിന്റ് വെച്ചിട്ടുണ്ട്.
ഭാവിയിൽ അങ്ങനെ ആവശ്യം വരികയാണ് തോന്നുന്നത് അത് പിന്നെ ഞാനൊരു മയ്യത്ത് ഇവിടെ കുളിപ്പിച്ച് കൊണ്ടുപോയിട്ടാ ഞാൻ പറയാം. പെട്ടെന്നൊരു അപകടം നടന്നിട്ട് ഒരു ആക്സിഡന്റ് കേസ് വന്നു. അത് രീതിയിലുള്ള അതുകൊണ്ട് കുളിപ്പിച്ച് മക്കളിലേക്ക് കൊണ്ടുപോയി. ആദ്യത്തും കഴിഞ്ഞു. അവരുടെ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا عبادي الذين آمنوا إن أرضي واسعة فإياي فاعبدون. كل نفس ذائقة الموت. كل نفس ذائقة الموت ثم إلينا ترجعون. والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا تجري من تحتها الأنهار خالدين فيها. نعم أجر العاملين الذين صبروا وعلى ربهم يتوكلون. وكأين من دابة لا تحمل رزقها الله يرزقها وإياكم وهو السميع العليم. ولئن سألتهم من خلق السماوات والأرض وسخر الشمس والقمر ليقولن الله. فأنى يؤفكون.